ഹണി റോസിൻ്റെ പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിനെ വയനാട് നിന്ന് എറണാകുളം സെൻട്രൽ പോലീസ് ഇന്നലെ കസ്റ്റഡിയിലെടുത്തു. ഇന്നലെ തന്നെ അദ്ദേഹത്തിനെ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ രാത്രി 7 മണിയോടുകൂടി കൊണ്ടുവരികയും ചെയ്തു. IT ആക്ട് 67 അനുസരിച്ചും BNS ആക്ട് 75 അനുസരിച്ചാണ് പോലീസ് ഒരു FIR എടുത്തത്. സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ അവരുടെ പരാതിയിൽ ഒരു FIR എടുത്തു. അതിനുശേഷം അവരുടെ മൊഴി രേഖപ്പെടുത്തി. ആ മൊഴിയിൽ അവർ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെയാണ് ബോബി ചെമ്മണ്ണൂരിനെ ബോച്ചെ വയനാട്ടിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നത്. അദ്ദേഹത്തിന് അവിടെ ബോച്ചെ 1000 ഏക്കർ എന്ന് പറഞ്ഞ ഒരു എസ്റ്റേറ്റ് ഉണ്ട്, തേയില എസ്റ്റേറ്റാണ്. ആ എസ്റ്റേറ്റിൽ അദ്ദേഹം വന്ന് ഷെൽട്ടർ എടുക്കാൻ വന്നതാണ്. മുൻകൂർ ജാമ്യത്തിന് മൂവ് ചെയ്ത് അതിനുശേഷം ആ വയനാട് അദ്ദേഹത്തിൻ്റെ എസ്റ്റേറ്റിൽ നിന്ന് ബാംഗ്ലൂരിൽ കടക്കാനാണ് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ പോലീസ് ഇത് മണത്ത് കണ്ടുപിടിച്ചിരുന്നു. ഹണി റോസ് എറണാകുളത്ത് കേസെടുക്കുന്നതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയെ അവരും അവരുടെ അമ്മയും മുഖ്യമന്ത്രിയെ നേരിട്ട് വിളിച്ച് കേസെടുക്കണമെന്ന് സഹായപ്പെടുത്തിച്ചു. DGPയെ നേരിട്ട് വിളിച്ച് സഹായപ്പെടുത്തിച്ചു. അത് ശക്തമായി എറണാകുളം ADGP മനോജ് എബ്രഹാത്തിനെ വിളിച്ചു. എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണറൊക്കെ ബന്ധപ്പെട്ടു. ഏതായാലും കേസ് രജിസ്റ്റർ ചെയ്തു. അതിശക്തമായ നടപടി പോലീസ് എടുക്കുകയും ചെയ്തു. 20ഓളം യൂട്യൂബുകാർ ഇവരെ അധിക്ഷേപിക്കുകയും ബോച്ചയോടൊപ്പം ചേർന്ന് അദ്ദേഹം പറഞ്ഞ ചില വാക്കുകളൊക്കെ പെരുപ്പിച്ച് കാണിക്കുകയും ചെയ്തു. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു യൂട്യൂബേഴ്സ് 20ഓളം ആൾക്കാർ അവരെ അപമാനിച്ചത്. അതോടൊപ്പം തന്നെ 20 യൂട്യൂബുകാർക്കെതിരായിട്ട് കേസെടുക്കുന്നതോടൊപ്പം ഏകദേശം 30 പേരോളം അവരെ സ്ത്രീത്വത്തെ അപമാനിക്കുകയും അവരെ അതിശയ വാക്കുകളും ഒബ്സീൻ വാക്കുകളും ഒക്കെ കൊണ്ട് ഇവർക്കെതിരായി പറയുകയും ചെയ്തതിനാൽ 30ഓളം ആളുകൾക്കെതിരായും ഇതേ ഒഫൻസിൽ കേസെടുത്തിട്ടുണ്ട്. അതിലെ ഒരാളെ, ഷാജി എന്നൊരാളെ എറണാകുളത്ത് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇനി 29 പേരിൽ 20ഓളം പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ബോഗസായ അല്ലെങ്കിൽ കള്ളമായ മൊബൈലിൽ നമ്പറിലോ അങ്ങനെയൊക്കെ അവരെ അധിക്ഷേപിച്ചുകൊണ്ടിരുന്നവരെ ഏകദേശം 30 പേരിൽ 20ഓളം പേരെ തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ബോഗസായിട്ടൊക്കെ കടന്ന് അധിക്ഷേപിക്കുകയും വായി വരുന്നതും വൃത്തികേടുകളും വിളിച്ചു പറയുന്ന കുറേയധികം ആൾക്കാരുണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ. അവരെല്ലാം ഒളിവിലേക്ക് പോയിരിക്കുന്നു. അവരെ പലരെയും ട്രേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 30 പേരിൽ 20ഓളം പേരെ ട്രേസ് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് അത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഞങ്ങൾ രക്ഷപ്പെട്ടു എന്നാരും കരുതരുത്. അത് പോലീസിന് അതിൻ്റെ സാങ്കേതിക വിദ്യ, അത് നിങ്ങൾ ഡിലീറ്റ് ചെയ്തെല്ലാം റിട്രീവ് എടുക്കാനുള്ള സാങ്കേതിക വിദ്യ പോലീസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള മാന്യന്മാരൊന്നും ഇനി ഒളിവിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല, വന്നോളും പോലീസ് അവിടെ. അങ്ങനെയാണ് ഇപ്പം ബോബി ചെമ്മണ്ണൂരിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അദ്ദേഹത്തിൻ്റെ പല വാക്കുകളും ഒബ്സീനാണ്, ദ്വയാർത്ഥങ്ങളുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ 2 സ്ഥാപനങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ ഈ നടിയെ വിളിച്ചു. ആ സമയത്ത് അദ്ദേഹം നടിയൊപ്പം ഡാൻസ് ചെയ്യുന്നതൊക്കെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായി. അദ്ദേഹത്തിൻ്റെ ചില ഡാൻസ് മൂവ്മെൻറ്റുകൾ വളരെ മോശമാണ്. ആ നടിയുടെ കഴുത്തിൽ കിടന്ന മാലയെ ചൂണ്ടി അദ്ദേഹം കാണിക്കുന്നതും മാലയുടെ ലോക്കറ്റും മറ്റും പിന്നിലാണെന്ന് പറഞ്ഞ് അവിടെയും കാണിക്കണമെന്നൊക്കെ പറയുന്നതൊക്കെ കണ്ടു. ഏറ്റവും കൂടുതൽ വേദനപ്പെടുത്തിയത് കുന്തി ദേവി എന്നുള്ള പ്രയോഗമാണ്. അത് ദ്വയാർത്ഥത്തിലാണ്. എന്തിനാണ് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പറയുന്നത്? അത് ആൾക്കാർ വളരെയധികം ആസ്വദിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഒത്തിരി ഫോളോവേഴ്സ് ഉണ്ടായിരിക്കാം. പക്ഷേ ഒരു സ്ത്രീയെ അവമാനിക്കുകയും സ്ത്രീത്വത്തെ അവമാനിക്കുകയും അവർക്കെതിരായിട്ട് ഇതുപോലെയുള്ള ഒബ്സീനായിട്ടുള്ള വാക്കുകൾ, ഡിറോഗേറ്ററി ആയിട്ടുള്ള വാക്കുകളൊക്കെ പറയുന്നത് അപമാനകരമാണ്. അങ്ങനെ സെക്ഷൻ അതിനകത്ത് BNS 75 അട്രാക്റ്റ് ചെയ്തു. അതിനകത്ത് 3 വർഷം വരെ ശിക്ഷ അല്ലെങ്കിൽ 5 വർഷം വരെ ശിക്ഷ കിട്ടുമെങ്കിലും ഇലക്ട്രോണിക് മീഡിയത്തിൽ ഇത് സർക്കുലേറ്റ് ചെയ്തതും ഇലക്ട്രോണിക് മീഡിയയിൽ അവരെ അവമാനിച്ചതിനും സെക്ഷൻ IT ആക്ട് 67 പ്രകാരം 7 വർഷം വരെയുള്ള ശിക്ഷ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിനെ ഇന്നലെ
വയനാട്ടിൽ നിന്ന് കൊണ്ടുവന്നപ്പം തന്നെ എറണാകുളത്ത് രാത്രി 7:30 മെഡിക്കൽ പരിശോധന നടത്തി. പോലീസ് കസ്റ്റഡിയിൽ ഇന്നലെ രാത്രി 7:30 അറസ്റ്റ് ചെയ്തു. ഇന്ന് രാവിലെ 5:15 വീണ്ടും മെഡിക്കൽ പരിശോധന നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിനെ 11 മണിക്ക് കോടതിയിൽ ഹാജരാക്കും. ഇതിനിടയിൽ ഹണി റോസ് 164 അനുസരിച്ചുള്ള മൊഴി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി എറണാകുളത്ത് കൊടുത്തിട്ടുമുണ്ട്. അതുകൊണ്ട് ജാമ്യം കിട്ടാൻ അല്പം ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം പോലീസ് കസ്റ്റഡി ചോദിക്കും. ഈ ഇലക്ട്രോണിക്സ് അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോൺ കസ്റ്റഡി എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. എത്ര മൊബൈൽ ഫോൺ കൊണ്ട് ബാക്കി മൊബൈൽ ഫോണൂടെ കസ്റ്റഡി എടുക്കേണ്ടി വരും. ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നുണ്ടാവും, അത് കസ്റ്റഡി എടുക്കേണ്ടി വരും. അദ്ദേഹത്തിന് ഇത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നതൊക്കെ ആരാണ്, അവരെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ തുടർച്ചയായ നിയമ നടപടികൾ പോലീസ് എടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഏതായാലും ഇന്ന് 11 മണിക്ക് കോടതിയിൽ ഹാജരാക്കുമ്പം അദ്ദേഹത്തിന് വേണ്ടി ഹാജരാകുന്നത് എറണാകുളത്തെ അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും പ്രശസ്തരായ രാമൻപിള്ള അസോസിയേറ്റ്സിലെ അഡ്വക്കേറ്റ്സ് ആണ്. രാമൻപിള്ള അറിയാം, ദിലീപിൻ്റെ കേസിലെ അദ്ദേഹമാണ്. ദിലീപിൻ്റെ കേസ് ഡിഫൻസിന് വേണ്ടി ഹാജരായിട്ടുള്ളത്. കേരളത്തിലെ പ്രശസ്തനായ ഒരു അഭിഭാഷകനാണ്. അദ്ദേഹത്തിന് വളരെ സീനിയറായ അഭിഭാഷകനാണ്. ഹൈക്കോടതി പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്നാണ് ജാമ്യത്തിന് മൂവ് ചെയ്യുന്നത്. എന്നാലും ഒരു രാത്രിയിൽ അദ്ദേഹം ലോക്കപ്പിൽ കിടന്നു എന്നുള്ളതാണ്. ഇതിനകത്ത് ഇനി പോലീസ് കസ്റ്റഡി ചോദിക്കുമ്പം കൂടുതൽ വകുപ്പുകൾ ചേർക്കുമോ ഇല്ലയോ എന്ന് റിമാൻഡ് അപേക്ഷ കിട്ടിയെങ്കിലേ നമുക്ക് അറിയാനൊക്കെ ഉള്ളൂ. എന്നാലും 79 BNS കൂടെ ചേർക്കാൻ സാധ്യതയുണ്ട്. ഇൻസൾട്ട് ടു മോഡസ്റ്റി ഓഫ് എ വിമൻ, അതാണത്. അതുപോലെ അസാൾട്ട് ഓർ ക്രിമിനൽ ഫോഴ്സ് 76 ചേർക്കുമെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഡാൻസ് സമയത്ത് അദ്ദേഹം അവരുടെ ചെസ്റ്റിലേക്ക് ചൂണ്ടി ഓർണമെന്റിനെ പറ്റി പറയുന്നുണ്ട്. അതുപോലെ ബാക്ക് കാണിക്കണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ സോഷ്യൽ മീഡിയയിലും അദ്ദേഹത്തിൻ്റെ ഈ പ്രോഗ്രാമിലും ക്യാമറ ഉപയോഗിച്ചും വന്ന് ഫോട്ടോ എടുക്കുന്നവരും പലരും അവരുടെ ചില പ്രത്യേക ഭാഗങ്ങൾ മാത്രം ക്ലോസപ്പിൽ ഷൂട്ട് ചെയ്ത് ആണ് സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ടിരിക്കുന്നത്. അങ്ങനെയുള്ളവരും തീർച്ചയായിട്ടും പണിഷ്മെൻറ്റിൻ്റെ പരിധി വരും. കാരണം അവരാരും മിടുക്കന്മാരാണെന്ന് കരുതരുത്. കാരണം പോലീസിന് അവരുടെ എല്ലാം വീടുകളിൽ കയറാനുള്ള അധികാരം IT ആക്ട് നൽകുന്നുണ്ട്. IT ആക്ട് 80 പ്രകാരം ഇങ്ങനെ സംശയമുള്ളവരുടെ വീടുകളിൽ റെയ്ഡ് ചെയ്യാം, സെർച്ച് ചെയ്യാം, അവരുടെ മൊബൈൽ ഫോൺ കസ്റ്റഡിയിലെടുക്കാം, അവരുടെ ലാപ്ടോപ്പ് കസ്റ്റഡിയിലെടുക്കാം. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ അതിശക്തമായ നടപടിയുമായിട്ട് പോലീസ് മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഈ മലയാള സിനിമാ രംഗത്ത് പലരും ഇതുപോലെ അപമാനിക്കപ്പെടുന്നുണ്ട്. അവർ പലരും കേസ് കൊടുത്തിട്ട് ഇന്ന് വരെ അതിൽ പല പ്രോഗ്രസ് ഉണ്ടായിട്ടില്ല. ഇതെന്തായാലും വളരെ അതിശക്തമായി പോലീസ് ഇതിനകത്ത് നടപടിയെടുത്തു. എറണാകുളത്തെ പുട്ട വിമലാദിത്യ കമ്മീഷണറും അതുപോലെ ADGPയും സെൻട്രൽ പോലീസ് സ്റ്റേഷൻ്റെ നടപടിയെ ശ്ലാഘിച്ചു. അവർക്ക് വേണ്ട പിന്തുണയും കൊടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ ആൾക്കാർ ഇതിനകത്ത് അറസ്റ്റ് ചെയ്യപ്പെടും. കേരളത്തിലെ യൂട്യൂബേഴ്സ് പലരും അവരെ വായി തോന്നുന്നത് വിളിച്ചു പറയുന്നതും അവരെ സഭ്യമല്ലാത്ത വാക്ക് ഉപയോഗിക്കുന്നതും അതിന് പ്രാധാന്യം കൂടുതൽ കൊടുക്കുന്നതും ഒബ്സിനായ വാക്കുകൾ പലരെ പറ്റി പറയുന്നതും അങ്ങനെ പൊതുവെ സ്ത്രീകളെ അവമാനിക്കത്തക്ക രീതിയിലും അവരെ സ്ത്രീത്വത്തെ വെല്ലുവിളിക്കുകയും ചെയ്യുന്ന പല പരിപാടികളും നമ്മൾ യൂട്യൂബിൽ കാണുന്നുണ്ട്. വളരെ ചുരുക്കം പേരാണ് അതിന് മുന്നിട്ട് നിൽക്കുന്നത്. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതൊക്കെ വികലമായ മനസ്സുള്ളവരാണ് ആ യൂട്യൂബിലെ ആങ്കർമാർ എന്ന് പറയേണ്ടി വരും. കാരണം അത് നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മൾ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് യൂട്യൂബുകളും അതുപോലെ തന്നെ ചാനലുകളൊക്കെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അവിടെ സ്ത്രീകളെയും കുട്ടികളെയും അവമാനിക്കുന്ന രീതിയിൽ ആരും അങ്ങനെ ചെയ്യാൻ പാടില്ല. അതിനിപ്പോൾ ഒരു കർക്കശമായ നിയമവ്യവസ്ഥകളുണ്ട്. അതനുസരിച്ച് പോലീസ് ഇപ്പോൾ ആക്ട് ചെയ്ത് വരുന്നുണ്ട്. ഏതായാലും ഈ നടിക്ക് അനുകൂലമായി അമ്മ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. അതിശക്തമായ അമ്മ അവരൊക്കെ പിന്തുണ കൊടുക്കുന്നുണ്ട്. ഹണി റോസിന് വീണ്ടും WCCയും അവർ പിന്തുണയായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അതുപോലെ ടെക്നീഷ്യൽ സൈഡിൽ നിൽക്കുന്ന പെപ്ക, അതുപോലെ സിനിമാ രംഗത്തുള്ളവരെല്ലാവരും ഹണി റോസിന് പിന്തുണ കൊടുത്തു കഴിഞ്ഞു. അത് നല്ലൊരു ലക്ഷണം തന്നെയാണ്. കാരണം ഇതുപോലെയുള്ള അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള യൂട്യൂബുകളിലും വ്യക്തികളുടെ ചില കമൻറ്റുകളിലുമൊക്കെ ഇങ്ങനെയുള്ള ധാരാളം അശ്ലീല പദങ്ങളും വൃത്തികെട്ട ഭാഷകളും ദ്വയാർത്ഥ പ്രയോഗങ്ങളും ധാരാളം കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് അതിൽ നിന്നൊക്കെ എല്ലാവരും പിന്മാറി സഭ്യമായ ഭാഷയിൽ നല്ല മലയാള ഭാഷയിൽ തന്നെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നത് നല്ല കാര്യമാണ്. അങ്ങനെ മുന്നോട്ട് വരട്ടെ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.
അതുകൊണ്ട് ഈ ഒരു ഹണി റോസിൻ്റെ ഈ നടപടി അതിശക്തമായ ഒരു നടപടിയിലേക്ക് തന്നെ പോലീസ് പോകും. അതിന് അവർ വളരെ ബോൾഡായിട്ട് പറയുന്നുണ്ട്. അവർ പറഞ്ഞ് പണത്തിൻ്റെ അഹങ്കാരം കൊണ്ട് ബോബി ചെമ്മണ്ണൂർ പല കാര്യങ്ങളും ചെയ്ത് ആൾക്കാരെ വശീകരിച്ച് പണം ചെലവാക്കി അവരെയൊക്കെ കയ്യിലെടുത്ത് മുന്നോട്ട് പൊക്കോട്ടെ. എനിക്ക് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ മാത്രം വിശ്വാസമുണ്ട്. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ അനുസരിച്ച് മാത്രമേ ഞാൻ മുന്നോട്ട് പോകുകയുള്ളൂ എന്ന് അതിശക്തമായി അവർ പറയുകയും ചെയ്യുന്നുണ്ട്. അവർക്ക് അങ്ങനെ എന്തെങ്കിലും വിഷമം വല്ലതും തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവരോട് മാപ്പ് പറയാൻ റെഡിയാണ് എന്ന് ഇയാൾ പറയുന്നുണ്ട്, ബോബി ചെമ്മണ്ണൂർ പറയുന്നുണ്ട്. പക്ഷേ ഇതിനകത്തൊരു കാര്യം നമ്മൾ മനസ്സിലാക്കും, ഒരു IT ആക്ട് അനുസരിച്ച് ഈ ഡിഫമേറ്റീവ് ആയിട്ടുള്ള ഡെറോഗേറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ പറഞ്ഞ ഒരാൾ അതിനുശേഷം അവരോട് നമ്മൾ മാപ്പ് പറയാൻ റെഡിയാണെന്ന് പറഞ്ഞതിന് ശേഷവും വീണ്ടും അതേ രീതിയിൽ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു സെക്കൻഡ് ഒഫൻസായിട്ട് പോലീസിന് കണക്കാക്കാൻ ഒക്കുള്ളൂ. IT ആക്ട് ആദ്യത്തെ ഒഫൻസിന് 5 വർഷം വരെ തടവ് അല്ലെങ്കിൽ 7 വർഷം വരെ തടവ് കൊടുക്കാമെങ്കിൽ സെക്കൻഡ് ഒഫൻസിന് 10 വർഷം വരെ തടവ് കൊടുക്കാമെന്നുള്ളതാണ്. അതുകൊണ്ട് ആൾക്കാർ സൂക്ഷിക്കുക. നിങ്ങൾ ഒരിക്കൽ ക്ഷമ പറഞ്ഞ് അത് എങ്ങനെയെങ്കിലും അവരുടെ കാല് പിടിച്ച് കൈ പിടിച്ച് അത് ഒത്തുതീർപ്പായി കഴിഞ്ഞ് വീണ്ടും അതിശക്തമായിട്ട് നിങ്ങൾ രംഗത്ത് വന്നാൽ സെക്കൻഡ് ഒഫൻസായിട്ട് മാത്രമേ പോലീസ് കണക്കാക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ എറണാകുളത്ത് ബോബി ചെമ്മണ്ണൂരിൻ്റെ സെക്കൻഡ് ഒഫൻസായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ജാമ്യം കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അദ്ദേഹത്തിന് പോലീസ് കസ്റ്റഡി വിട്ടുകൊടുക്കും. അത് തന്നെയല്ല, അദ്ദേഹത്തിൻ്റെ ലാപ്ടോപ്പ് എത്രണ്ണം ഉണ്ട് അത് കൈക്കലാക്കേണ്ടി വരും. അദ്ദേഹത്തിന് ഇത് അപ്ലോഡ് ചെയ്യാൻ സഹായിക്കുന്ന എക്സ്പെർട്സ് ആരാണ് അവരെയും ചിലപ്പോൾ അറസ്റ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് അദ്ദേഹത്തിനെ റിമാൻഡ് ചെയ്യാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ. അതിനുശേഷം ലോവർ കോടതിയിൽ നിന്നുള്ള അദ്ദേഹത്തിന് ജാമ്യം കിട്ടാനുള്ള വലിയ തടസ്സം തന്നെയാണ്. സാധ്യത വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അദ്ദേഹം അവരോട് ക്ഷമ പറയാൻ താൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല എന്നുണ്ടെങ്കിൽ അത് അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ. പക്ഷേ നിയമപരമായി പോലീസ് നോക്കുമ്പം ഇലക്ട്രോണിക്സ് മീഡിയയിൽ കൂടി IT ആക്ടിൻ്റെ 67 വകുപ്പ് പ്രകാരം അദ്ദേഹം ഒഫൻസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ 75 BNS വരെ ഒഫൻസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി വേറെ ചില വകുപ്പുകളുടെ ഇതിനകത്ത് ചേരാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ കരുതുന്നു.